സംസ്ഥാനത്ത് സുവിശേഷവൽക്കരണം തടയുന്നതിനുള്ള നിയമനിർമ്മാണം അവതരിപ്പിക്കാൻ തൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സുവിശേഷ യോഗങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും സംസ്ഥാനത്ത് നിരോധിക്കുന്ന ബില്ലിന് ഫെബ്രുവരി 10 അസാമിലെ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ബില്ലിനെതിരെ ആസാമിലെ കത്തോലിക്ക സഭയും വിവിധ സഭാ നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രാർത്ഥന എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനു വേണ്ടി യാചിക്കുന്നതാണെന്നും അതിനെ മാന്ത്രിക രോഗശാന്തി എന്ന് ലേബൽ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ അഗാധമായ ആത്മീയ മാനങ്ങളെ വികലമാക്കുന്നതായും ഗുവാഹത്തി ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ പറഞ്ഞു. ക്രിസ്ത്യാനികൾ മാന്ത്രിക രോഗശാന്തിയിൽ ഏർപ്പെടുന്നു എന്ന വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അസം ക്രിസ്ത്യൻ ഫോറം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. അത്ഭുത രോഗസൗഖ്യം എന്നത് മതപരമായ വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളോടുള്ള ദൈവത്തിൻ്റെ കരുണാർദ്രമായ പ്രതികരണമാണെന്നും അതിനെ മതപരിവർത്തനത്തിൻ്റെ പര്യായമായി കാണാനാവില്ലെന്നും ആർച്ച് ബിഷപ്പ് മൂലച്ചിറ പറഞ്ഞു. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഒരാളുടെ മതം ആചരിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുമ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായ ആരോപണം ഭരണഘടനാപരമായ ഈ അവകാശത്തെ ഹനിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 11 സംസ്ഥാനങ്ങളിൽ ഇതിനോടകം മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയിട്ടുണ്ട്. ആസാമിൽ 31 ദശലക്ഷം ജനങ്ങളിൽ 3.74% ക്രിസ്ത്യാനികളുള്ളത്. ഇത് ദേശീയ ശരാശരിയുടെ 2.3%-നേക്കാൾ കൂടുതലാണ്. സുവിശേഷ ശുശ്രൂഷകളിലൂടെ അക്രൈസ്തവർ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന വാദം മുൻനിർത്തിയാണ് അസം ഹീലിംഗ് പ്രാക്ടീസ് ബിൽ അവതരിപ്പിച്ചത്. നിയമലംഘകർക്ക് തടവും പിഴയും നിർദ്ദേശിക്കുന്ന ബിൽ താമസിയാതെ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത.